അനുരാഗ്. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്നത്തെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേൾക്കാൻ വന്ന എല്ലാവരെയും ഞാൻ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് നിർമ്മല. ഞാൻ പാലക്കാട് ജില്ലയിലെ ചെത്തല്ലൂർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നത്. ജോലിയോടൊപ്പം ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് അവസരവുമായി കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാ എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ചു കൊണ്ടുവന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ഇതിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ ഒരു അവസരം ഷെയർ ചെയ്തു തരുന്നത് സാഹിദ ദാവൂദ്. സാഹിദ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ്. 1.5 മാസത്തോളമായി ഈ ബിസിനസ്സിൽ കണക്ട് ആയിട്ടുള്ളൂ. വളരെ പാഷനായി വളരെ സീരിയസ് ആയി ഈ ഒരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന സാജിദയെ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യുന്നതിന് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാജിദ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എന്നെ നല്ല രീതിയിൽ തന്നെ മാഡം എന്നെ ഇൻവൈറ്റ് ചെയ്തു. അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ മാഡം നല്ലൊരു എംസിയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നുള്ള എല്ലാവർക്കും എൻ്റെ പ്രത്യേക ഒരു കൺഗ്രാജുലേഷൻ പറയാണ്. നിങ്ങളെല്ലാവരും നല്ലൊരു പ്ലാറ്റ്ഫോമിലേക്കാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ ശ്രദ്ധയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. അതിനുശേഷം നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കും. എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് തന്നെ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പരിചയപ്പെടുത്തുന്ന ഒരു സ്ലൈഡിന്റെ സഹായത്തോടു കൂടിയാണ്. ഓക്കെ, എല്ലാവർക്കും ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ഭയമായിരിക്കും അല്ലേ? കാരണം നമ്മൾ ഇന്ന് നിത്യേന കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് ഓൺലൈൻ ബിസിനസിനെ കുറിച്ചും അതിൽ തട്ടിപ്പുകളും അതിൽ പണം നഷ്ടപ്പെട്ട ആളുകളെ കുറിച്ചുള്ള വാർത്തകളായിരിക്കും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവുക. എന്നാൽ നിങ്ങൾ ഭയപ്പെടുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് സിസ്റ്റം അല്ല ഇത്. നിങ്ങൾ ഒട്ടും വലിയ ഒരു രൂപ പോലും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ബൾക്ക് പർച്ചേസിങ്ങോ പ്രൊഡക്റ്റ് സെല്ലിങ്ങോ ഒന്നും കൂടാതെ തന്നെ യാതൊരു ടെൻഷനോ റിസ്കോ കൂടാതെ തന്നെ ഏതൊരാൾക്കും വളരെ സിമ്പിളായി ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മുടെ ഈ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലേ വിന്നിംഗ് ടീം. അതായത് നമ്മൾ വിജയിച്ച ഒരാളുകളുടെ കൂട്ടമാണത്. അപ്പൊ ഈ ഒരു വിന്നിംഗ് ടീം, നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമായ ഒരു വിന്നിംഗ് ടീം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് വരുമാനം എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. അപ്പൊ ആ ഒരു ടീമിന്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ് CEO അഥവാ കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. ബി എ സ്മാർട്ട് കസ്റ്റമർ. അതായത് നമ്മൾ എല്ലാവരും ഒരു കസ്റ്റമർ ആണ് അല്ലെ? നമ്മളെല്ലാവരും പല സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അടുത്തുള്ള കടകളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകളിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈൻ വഴിയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇത്രയും നാൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പർച്ചേസിങ്ങിലൂടെ അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവില്ല. കാരണം നമ്മൾ എല്ലാവരും എപ്പോഴും ഒരു കസ്റ്റമർ ആയിക്കൊണ്ട് തന്നെയായിരിക്കും അവിടെ നിലനിൽക്കേണ്ടായിരിക്കുക. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ഒരു കസ്റ്റമറിനെ സ്മാർട്ട് കസ്റ്റമർ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത്. ഇനി ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കോമൺ ആയിട്ട് വരുന്ന എല്ലാവരുടെ സ്വപ്നങ്ങളാണ്. എന്റെ സ്വപ്നങ്ങളായിരിക്കില്ല നിങ്ങളുടെ സ്വപ്നങ്ങൾ. ഇതുപോലെ പലരും നിങ്ങളുടെ സ്വപ്നങ്ങളാവില്ല മറ്റുള്ളത്. അങ്ങനെ പലർക്കും പല സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്നാൽ കോമൺ ആയിട്ട് വരുന്ന നമ്മുടെ എല്ലാവരുടെയും കോമൺ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സ്വപ്നങ്ങളാണ് ഈ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ലൊരു വരുമാനം വേണം അല്ലേ? നമ്മളിപ്പോ ചെയ്യുന്ന ഒരു ജോലി അത് ഏതും ആവട്ടെ, അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് ചെലവുകൾ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനോ പക്ഷെ സാധിക്കുന്നുണ്ടായിരിക്കില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ജോലിയോടൊപ്പം തന്നെ നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു വരുമാനം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ പല ആഗ്രഹങ്ങളും ഒരുപക്ഷെ നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒരു ആഗ്രഹമാണ് നമുക്ക് സ്വന്തമായിട്ട് ഒരു കാറ് വേണമെന്ന്. പലരും ചിലപ്പോൾ കാറുകൾ വാങ്ങിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ അത് നമ്മുടെ സ്വന്തം എന്താ പറയുക കയ്യിലുള്ള അവരുടെ ക്യാഷ് കൊടുത്തിട്ടൊന്നും ആയിരിക്കില്ല ആരും വാങ്ങിക്കുന്നുണ്ടാവുക. എല്ലാവരും EMI ഒക്കെ അടച്ചുകൊണ്ടായിരിക്കും ആ കാർ സ്വന്തമാക്കി ഉണ്ടാവുക. എന്നാൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ചുള്ള ഒരു EMI ആവും നമ്മൾ ഉദ്ദേശിച്ചിട്ട് എടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു കാറായിരിക്കും നമ്മൾ പക്ഷെ വാങ്ങിയിട്ടുണ്ടാവുക. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അത് ലക്ഷറി ആയിട്ടുള്ള ഒരു കാറുകൾ തന്നെ സ്വന്തമാക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ടൂർ പോകാൻ അല്ലെ? നമ്മുടെ ഫാമിലിയോട് ഒത്ത് ഒരു യാത്ര പോകണമെന്നൊക്കെ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ്. നമ്മൾ യാത്ര പോകുന്നുണ്ട്. അത് നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള വരുമാനത്തിനനുസൃതമായിട്ടുള്ള ചെലവുകൾ ചുരുക്കിക്കൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു യാത്ര ചെയ്യുന്നുണ്ടാവുക. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ അതും ഏഷ്യൻ ട്രിപ്പ് അത് വർഷത്തിൽ 3 തവണ നമുക്ക് പോവാൻ അത് 1 രൂപ പോലും ചെലവില്ലാതെ തന്നെ നമുക്ക് പോകാനുള്ള ഒരു അവസരം നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന്. എല്ലാവരും വീടൊക്കെ വെക്കുന്നുണ്ടാവും. അതും ഈ പറഞ്ഞ പോലെ തന്നെ EMI ഒക്കെ അടച്ചുകൊണ്ടായിരിക്കും പലരും വീടുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവുക. എന്നാൽ നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വീടായിരിക്കില്ല ഒരു പക്ഷെ നമ്മൾ ആ ഒരു വരുമാനത്തിനനുസൃതമായിട്ടുള്ള ഒരു ഒതുക്കി കൂട്ടിയിട്ടുള്ള ഒരു വീടായിരിക്കും എല്ലാവരും നിർമ്മിച്ചിട്ടുണ്ടാവുക.
എന്നാലും നമ്മൾ ഇപ്പൊ നല്ലൊരു വീട് നിർമ്മിച്ചാൽ തന്നെ നമ്മൾ ഒരുപാട് നാൾ അതിന്റെ EMI ഒക്കെ അടച്ചു വരാൻ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കും. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലക്ഷറി വീടുകൾ നിർമ്മിക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കുകയാണ്. ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിനിടയിൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലിയും ഒത്തുള്ള ഒരു കുറച്ചു നേരം നമ്മൾ സന്തോഷമായിട്ട് ഇരിക്കുക എന്നത്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ലൈഫ് വളരെ എന്താ പറയാ തിരക്ക് പിടിച്ചൊരു ജീവിതത്തിന്റെ ഇടയിൽ നമ്മുടെ ജീവിതത്തിലെ മക്കളെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ ഒപ്പം നമുക്ക് കുറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചിട്ട് പോലും നമുക്ക് നടക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളും ആവശ്യങ്ങൾക്ക് അതിന്റെ EMI അടയ്ക്കാനും നമ്മൾ ഒരു ദിവസം ലീവ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളും അവിടെ മുടങ്ങുന്നുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫാമിലി ഒത്തും നമുക്ക് ഒരു സന്തോഷമുള്ള ഒരു ദിവസം നമുക്ക് ആസ്വദിക്കാൻ ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ ഫ്രീ ടൈം ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഫാമിലി ഒത്ത് വളരെ സന്തോഷത്തോടെ നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ലഭിക്കുന്നത്. ഇനി എന്താണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്താ അറിയണ്ടേ? അതാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് എക്സ്ട്രാ ഇൻകം അല്ലെ. എല്ലാവരും എക്സ്ട്രാ ഇൻകം ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ എക്സ്ട്രാ ഇൻകം ലഭിക്കും. അത് നമ്മൾ ചെയ്യുന്ന ഏതൊരു ജോലി ആയിക്കോട്ടെ ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വരുമാനം നമുക്ക് എക്സ്ട്രാ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ്. ഒരു വീട്ടമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വീട്ടുജോലികൾക്കിടയിൽ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നവരാണ്. കാരണം നമ്മള് പലരും വീട്ടമ്മമാർ പലരും ഒരുപാട് പഠിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ മുൻപ് എപ്പോഴേലും എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്തിട്ടുള്ളവരായിരിക്കാം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ വിവാഹത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ വീട്ടിലെ മറ്റുള്ളവരുടെ ആ കാര്യങ്ങളെല്ലാം നോക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ നമുക്ക് ആ ഒരു ജോലി ചെയ്യാൻ സാധിക്കാതെയോ അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിനനുസരിച്ച് ഒരു ജോലി നമുക്ക് ലഭിക്കാതെയോ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ ഇരിക്കുന്നവരായിരിക്കും പല വീട്ടമ്മമാരുണ്ടാവുക. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയോടെ ഒരു വീട്ടമ്മ എന്ന സ്ഥിതിക്ക് തന്നെ അവർക്ക് ആ വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ട് മക്കളുടെയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ ഒരു വീട്ടിലിരുന്നുകൊണ്ട് ചെയ്ത് ഒരു എക്സ്ട്രാ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ 18 വയസ്സ് കഴിഞ്ഞൊരു സ്റ്റുഡന്റ് ആണെങ്കിൽ അവരുടെ പഠനത്തോടൊപ്പം തന്നെ അവർ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അവർ മുന്നോട്ട് കൊണ്ടുപോകണം, നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ അവർക്കൊരു 4 വർഷം നല്ല രീതി തന്നെയാണ് ഈ അവർ പഠനത്തോടൊപ്പം തന്നെ അത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരൊരു ജോലിയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ഉപരി നല്ലൊരു വരുമാനം നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ അവർക്ക് നേടാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെയാണ് ടൈം ഫ്രീഡം അല്ലെ. നമ്മൾ ഇന്ന് എല്ലാവരും ജോലിക്ക് പോകുന്നുണ്ട്, അത് കൃത്യമായ ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്. ആ ടൈമിൽ നമ്മൾ ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞ് ആ ടൈം കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ വരാൻ പറ്റുള്ളൂ. നമുക്ക് അതിന്റെ ഇടയിൽ ഒരു ലീവ് എടുക്കാന്ന് പറഞ്ഞാലും നമ്മുടെ ആ സ്ഥാപനത്തിലെ മേലധികാരികളെ നമ്മൾ അത് ആവശ്യപ്പെടണം. നമുക്ക് നമ്മുടേതായ ഒരു ഫ്രീഡം നമുക്ക് ലഭിക്കുന്നുണ്ടാവില്ല. നമുക്ക് പല കാര്യങ്ങൾക്കും പോകാനായിട്ട് നമ്മൾ ലീവ് എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ ആ ഒരു വരുമാനം അവിടെ നിലച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടാണ്, നമുക്ക് ഫ്രീഡം കിട്ടാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ തന്നെയാണ് ഗുഡ് ഹെൽത്ത് അല്ലെ. നമുക്ക് ഒരുപാട് പണം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, നല്ലൊരു ആരോഗ്യം കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ ജീവിതത്തിന് ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് നല്ലൊരു ആരോഗ്യം കൂടി നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെയാണ് ലീവ് ആൻഡ് ലെഗസി. ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട്, നാളെ നമ്മൾ മരണപ്പെട്ടു പോയാല് നമ്മുടെ മക്കൾ നമ്മളെ കുറിച്ച് ഓർക്കണമെന്ന് ഉണ്ടോ? ഇല്ല. നമ്മുടെ മക്കളും മക്കളുടെ മക്കളും നമ്മളെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവർ നമ്മൾ ഓർക്കും അല്ലെ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുന്നിൽ കാരണന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കും, അവരെ കുറിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷെ ഓർക്കുന്ന തന്നെ ഉണ്ടാവില്ല. കാരണം അതുപോലുള്ള ഒരു കാര്യങ്ങളൊന്നും അവർ നമുക്ക് ഒരു പക്ഷെ ചെയ്തു തന്നിട്ടുണ്ടാവില്ല. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ നമ്മുടെ 3 തലമുറ വരെ നമ്മളെ ഓർക്കുന്ന രീതിയിലേക്ക് നമുക്ക് മാറാനും അവർക്ക് വേണ്ട നമ്മളിൽ നിന്ന് തന്നെ അവർക്ക് നല്ലൊരു വരുമാനം അവർക്ക് ലഭിക്കുന്ന രീതിയിൽ നമുക്ക് ആക്കി മാറ്റാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഏർലി റിട്ടയർമെന്റ്. നമ്മളിപ്പോ ചെയ്യുന്ന ഒരു ജോലി അത് നമ്മളെ ഒരു 18 വയസ്സ് കഴിഞ്ഞ സ്റ്റുഡന്റ് ആണെങ്കിൽ അന്ന് മുതൽ അവർ പഠനത്തോടൊപ്പം തന്നെ ഒരു ജോലി അന്വേഷിച്ച് അത് കണ്ടുപിടിച്ച് അത് കഷ്ടപ്പെട്ട് ഒരു 60 വയസ്സ് വരെ അവർ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ നടക്കണം. പക്ഷെ നമ്മുടെ ഈ ഒരു ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെറും 4 വർഷം നമ്മൾ നല്ല സീരിയസ് ആയിക്കൊണ്ട് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് 5ാമത്തെ വർഷം ആകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു ഏർലി റിട്ടയർമെന്റിലേക്ക് കിടക്കുകയാണ്. നമുക്ക് യാതൊരു റിസ്ക് ഒന്നും കൂടാതെ തന്നെ ടെൻഷനോ ബുദ്ധിമുട്ടോ ഇല്ല, നമ്മുടെ ആരോഗ്യം നശിക്കുന്നില്ല, നമുക്ക് യാതൊരു ടെൻഷനോ ഒന്നും വരുന്നില്ല അവിടെ. അതുപോലെ തന്നെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. എനിക്ക് ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു വേദിയിൽ സംസാരിക്കുന്ന ഒരാളായിരുന്നില്ല. ഞാൻ വളരെ എന്താ പറയുക നിങ്ങളെ പോലെ തന്നെ ഓഡിയൻസിന്റെ രൂപത്തിൽ അവിടെ ഇരുന്നിട്ട് എല്ലാം കേൾക്കുക കാണുക മാത്രം ചെയ്തിരുന്നുള്ളൂ. ഒരാളോട് സംസാരിക്കാൻ വളരെ മടിയുള്ള ഒരാളായിരുന്നു. എന്നാൽ ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി കണക്ട് ആയിട്ട് വളരെ കുറച്ച് നാളുകൾ തന്നെ ആയിട്ടുള്ളൂ. പക്ഷെ ഈ കുറച്ച് നാളുകൾ കൊണ്ട് ഇതുപോലെ എത്രയോ ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്ന രീതിയിൽ എനിക്ക് എന്റെ പേഴ്സണാലിറ്റിയെ ഡെവലപ്മെന്റ് ചെയ്തെടുക്കാൻ പറ്റി. ഇതുപോലെ തന്നെയാണ് എല്ലാവർക്കും, നിങ്ങൾ വരുന്ന ഈ ഇരിക്കുന്ന എല്ലാവർക്കും ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണക്ട് ആയാൽ
നല്ലൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ട്രാവൽ അറൌണ്ട് ദ വേൾഡ്. നമുക്ക് ഈ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ കയ്യിലുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ നമുക്ക് അതൊന്നും സാധിക്കാതെ പോകുന്നുണ്ടാവും. എന്നാൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ തന്നെ നമുക്ക് നല്ല എന്താ പറയാ ട്രാവൽ അറൌണ്ട് ദി വേൾഡ്, അതായത് ഈ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാനും. നമ്മൾ ഇന്ന് ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമുക്ക് അറിയാം, തുച്ഛമായ ഒരു വരുമാനമാണ്. ആ വരുമാനം കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളെ നമ്മൾ സഹായിക്കാന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് അതിനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് നമുക്ക് സഹായിക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കില്ല. എന്നാൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് മറ്റൊരാളെ സഹായിക്കാനും കൂടി ഒരു അവസരമാണ്. കാരണം ഒരാൾ നമ്മുടെ ഫാമിലിയിൽ പെട്ടതോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആരും ആവട്ടെ, നമ്മുടെ അയൽവക്കത്തോ ഏതൊരു ആൾക്കാണെങ്കിലും അവർ ഇതുപോലെ തന്നെ ഫിനാൻഷ്യലായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവരെ പരിചയപ്പെടുത്തി കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് അവർക്കും ഒരു എക്സ്ട്രാ ഒരു വരുമാനം ഉണ്ടാക്കാനും അവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം ലഭിക്കും. ഇനി ഒരു അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ തന്നെ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കൂടെ തന്നെ നമുക്ക് നല്ലൊരു ആരോഗ്യത്തെയും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കും. ഇനി ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ പേരാണ് വെസ്റ്റീസ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന്. ഈ ഒരു കമ്പനിയിൽ എന്ന് പറയുന്നത് 2004 ഡൽഹിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കമ്പനിക്ക് വെറും 10 പ്രൊഡക്റ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത്. 10 പ്രൊഡക്റ്റും അതുപോലെ 2 ഓഫീസ്, ബാംഗ്ലൂരും ഡൽഹിയിലുമായി 2 ഓഫീസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രമായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു നമ്മുടേത്. നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് മിസ്റ്റർ ഗൗതം ബാലി സാർ, മിസ്റ്റർ കൺവർ സിംഗ്, മിസ്റ്റർ ദീപക് സൂദ് സാർ. ഈ 3 പേരുടെയും വിഷനാണ്. കാരണം നമ്മള് സാധാരണക്കാരായ ജനങ്ങളിലേക്ക് നല്ലൊരു വരുമാനത്തെ എത്തിച്ചു കൊടുക്കണം എന്ന ഒരു ലക്ഷ്യത്തോട് കൂടി തുടങ്ങിയിട്ടുള്ള ഒരു സ്ഥാപനമാണിത്. ഈ സ്ഥാപനം നമ്മുടെ സ്റ്റാർട്ട് ചെയ്തിട്ട് 21 വർഷത്തോളമായി. നമ്മുടെ ഈ ഒരു കമ്പനി പ്രാബല്യത്തിൽ വന്നിട്ട് 21 വർഷം കഴിഞ്ഞപ്പോ നമുക്ക് അന്ന് സ്റ്റാർട്ടിങ്ങിൽ ഒരു 10 പ്രൊഡക്റ്റ് ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അത് 450 പരം പ്രൊഡക്റ്റുകളായി മാറിയിട്ടുണ്ട്. അതുപോലെ വെറും 2 ഓഫീസ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് 5000 പരം ഓഫീസുകളായിട്ടുണ്ട്. അതുപോലെ തന്നെ 6 ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് 5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാറ്റാറുമായിട്ട് ഈ 21 വർഷം കൊണ്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്പർ 1 സെല്ലിംഗ് കമ്പനിയാണ്, നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് നമ്മുടെ ഈ വെസ്റ്റേജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അത് വേൾഡ് പ്ലേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 100 പ്ലേസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ 38ാമത്തെ സ്ഥാനത്താണ് നമ്മുടെ കമ്പനി ഇന്ന് നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ 2023-24 ആ ഒരു വർഷത്തിലെ നമ്മുടെ കമ്പനി 5000 കോടിയിലധികം നമുക്ക് ഇത് എന്താ പറയാ ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ കമ്പനിക്ക്. അതുപോലെ നമ്മുടെ കമ്പനി ഒരു 8ഓളം രാജ്യങ്ങളിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഇന്ത്യ, UAE, സൗദി അറേബ്യ, നേപ്പാള്, ബംഗ്ലാദേശ്, തായ്ലാന്റ്, ഗാന, ഐവറി കോസ്റ്റ്, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഫിലിപ്പീൻസ് എന്നീ 8 രാജ്യങ്ങളിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇനി അതൊരു 30ഓളം രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള പദ്ധതിയിലാണ് നമ്മുടെ ഉള്ളത്. അതുപോലെ വെറും 450 പ്രൊഡക്റ്റ് ആണെങ്കിൽ അത് 1000 പ്രൊഡക്റ്റ് ആയി വർദ്ധിപ്പിക്കാനുള്ള പദ്ധതിയും കൂടി നമ്മുടെ കമ്പനി മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ എല്ലാവരും പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. ആ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് അല്ലെ. നമ്മളെല്ലാവരും കസ്റ്റമറാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്നത് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്നാണ്. ആ ഷോപ്പിലേക്ക് എങ്ങനെയാണ് ആ പ്രൊഡക്റ്റിൽ എത്തുന്നത്? കമ്പനി നേരിട്ടാണോ? അല്ല. കമ്പനി നേരിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റുകൾ CNF, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, അതും കഴിഞ്ഞിട്ടാണ് റീറ്റെയിലിൽ കയ്യിലെത്തിയിട്ട് ആ റീറ്റെയിലിൽ കയ്യിൽ നിന്നാണ് നമ്മളെ കസ്റ്റമറായ ആളുകൾ അത് വാങ്ങിക്കുന്നത്. എന്നാൽ ഈ ഒരു കമ്പനിക്ക് ഏതൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും അത് മാനുഫാക്ചർ ചെയ്യാനായിട്ട് വെറും 40% മാത്രമാണ് അവർക്ക് ചെലവാകുന്നുള്ളൂ, ഒരു പണം ചെലവാക്കേണ്ടി വരുന്നുള്ളൂ. എന്നാൽ ഈ ഇടനിലക്കാർ മുഖേന അത് നമ്മളിലേക്ക് എത്തുമ്പോൾ എക്സ്ട്രാ ഒരു 60% രൂപ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥയാണ്. നമ്മൾ ഓരോ പ്രൊഡക്റ്റുകൾ നമ്മൾ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? വിപണിയില് കാണുന്നത് എങ്ങനെയാ? ഓരോ ന്യൂസ് ചാനലിൽ കൂടി, പത്രമാധ്യമങ്ങളിൽ കൂടിയോ അല്ലെ പരസ്യങ്ങളിൽ കൂടെയാണ് നമുക്ക് കണ്ടത്. ഓരോ സെലിബ്രിറ്റികൾ, അത് ക്രിക്കറ്റ് കളിക്കാരാവാം, സിനിമാ താരങ്ങളാവാം, അല്ലെങ്കിൽ മറ്റുള്ള പ്ലേയേഴ്സിലേത്, അങ്ങനെയുള്ള ഏതെങ്കിലും സെലിബ്രിറ്റികളുടെ ഒരു ഇത് കണ്ടിട്ടായിരിക്കും, പരസ്യം കണ്ടിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയുന്നതും മനസ്സിലാക്കുന്നതും. അവർ പറയുന്ന കാര്യങ്ങൾ അത് സത്യസന്ധമാണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ പലരും ആ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റിൽ അവർ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അവർ ഒരിക്കൽ പോലും ആ പ്രൊഡക്റ്റുകളൊന്നും ഉപയോഗിച്ച് നോക്കിയിട്ടല്ല നമ്മൾക്ക് നമ്മളിലേക്ക് എത്തിക്കുന്നത്. അത് സ്പോൺസർ ചെയ്യുന്ന സോറി കേട്ടോ, കറണ്ട് പോയി, അപ്പൊ വിളിച്ചിട്ടുണ്ടാവില്ല.
അപ്പോ ഈ സെലിബ്രിറ്റികൾക്കൊക്കെ നമ്മുടെ ഈ കമ്പനി സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു തുകയ്ക്ക് വേണ്ടി മാത്രം അവർ ഒരു കളവ് പറഞ്ഞുകൊണ്ടാണ് സത്യത്തിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവർ വിപണിയിലേക്ക് കാണിക്കുന്നത്. നമ്മൾ അത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്നു. എന്നാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ബെനിഫിറ്റ്സ് ലഭിക്കുന്നുണ്ടോ? ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമ്മൾ അവർക്ക് കൊടുത്തുകൊണ്ട് അവരെ സെലിബ്രിറ്റികളാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ തവണയും. എന്നാൽ നമ്മുടെ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ലഭിക്കുന്നത് കണ്ടില്ലേ, അവിടെ കണ്ടിരുന്ന രീതിയിലുള്ള യാതൊരു ആളുകളും ഇവിടെ ഇല്ല. നമുക്ക് കമ്പനി നേരിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത് 40% മാനുഫാക്ചർ ചെയ്യുന്നതെങ്കിൽ ആ 40% തന്നെയാണ് നമ്മൾ കസ്റ്റമറായി നമ്മൾക്ക് തരുന്നത്. ഇവിടെ ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. നമ്മൾ തന്നെയാണ് ഇതിന്റെ യഥാർത്ഥ പരസ്യക്കാരും ഇടനിലക്കാരും ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടനിലക്കാർക്ക് കൊടുക്കുന്ന 60% രൂപയും കമ്പനി നമുക്കൊരു വരുമാനമാക്കി കൊണ്ട് നമ്മളിലേക്ക് തന്നെ തന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ചേഞ്ച് യുവർ ഷോപ്പ്, ചേഞ്ച് യുവർ ലൈഫ്, അല്ലെ? നമ്മളിപ്പോ സാധാരണ നമ്മൾ അടുത്തുനിന്ന് വാങ്ങിക്കുന്ന അത് ഏത് കടകളായിക്കോട്ടെ അവിടെ നിന്ന് വാങ്ങിക്കുന്ന നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ആ ഷോപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുക. ഈ കമ്പനിയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് യാതൊരു ഇടനാലക്കാരും ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ടുള്ളത് അതും ഓർഗാനിക് ആയിട്ടുള്ള നമ്മുടെ പ്രൊഡക്റ്റുകൾ നമുക്ക് ലഭിക്കാൻ നമ്മുടെ ആരോഗ്യവും അതിലുപരി നമുക്ക് നല്ലൊരു വരുമാനവും ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു കൺസ്യൂമർ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ്, ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തു, നമുക്ക് അതൊരു പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്യുന്നേക്കും, നമുക്ക് അതിൽ നിന്ന് എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത് നോക്കണ്ടേ? ആ ഒരു ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നത് ഫ്രീ ആയിട്ടാണ്. അത് നിങ്ങളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് ആരോ അവരെടുത്ത് നിങ്ങളെ പറയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ഒരു ഫ്രീ ആയിട്ട് ഒരു ID എടുത്ത് തരുന്നുണ്ടായിരിക്കും. ആ ID മുഖേന നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. ആ ഒരു ഇതിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിങ്ങളുടെ സ്ഥലം ഏതാണോ അവിടെ നമ്മുടെ ഇതിന്റെ ഔട്ട്ലെറ്റുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റും. അവിടെ ചെല്ലുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഈ ഒരു ID എടുത്തിട്ടാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 35% ഡിസ്കൗണ്ട് നമ്മുടെ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റീപർച്ചേസിങ് ഓഫർ, അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റിന്റെ പുറത്തും 10% ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ക്യാഷ് ബാക്ക്, നമ്മൾ എത്ര രൂപയ്ക്കാണോ പർച്ചേസ് ചെയ്തത് ആ രൂപയിൽ നിന്ന് നമുക്ക് ആദ്യം തുടക്കക്കാരെന്ന നിലയിൽ നമുക്ക് ഒരു 5% ആയിരിക്കും എല്ലാ മാസം 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിലേക്ക് നമുക്ക് ക്യാഷ് ബാക്ക് ലഭിക്കുന്നതെങ്കിൽ അത് നമ്മൾ ഓരോ തവണ ചെല്ലും തോറും നമ്മൾ പർച്ചേസിങ്ങിന്റെ നമ്മുടെ ആ ഒരു ഇത് കൂടുന്നതിനനുസരിച്ച് 5 എന്നുള്ളത് അത് 8 അത് കഴിഞ്ഞൊരു 12%, അത് കഴിഞ്ഞൊരു 16% നമ്മൾ ഇത്രയും നാൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്ത് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഒരു ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല എന്ന് നമുക്ക് അത് തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലും നമുക്ക് സാധിക്കുന്നില്ല, അല്ലേ? നമ്മൾ വാങ്ങിക്കുന്ന ഏതൊരു പ്രൊഡക്റ്റ് ആയാലും നമ്മളത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മാറ്റി വെക്കാനേ കഴിയുന്നുള്ളൂ. പക്ഷെ നമ്മൾ വെച്ചിട്ട് 30% നിങ്ങൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കാനുള്ള അവസരമുണ്ട്. അത് തിരിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ തന്ന ക്യാഷ് എത്ര അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് കൺസിസ്റ്റൻസി ഓഫർ. ഇതൊരു നിർബന്ധമായിട്ടുള്ള പർച്ചേസിംഗ് ഇതല്ല. നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ഓഫർ താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മതി. നിർബന്ധമായിട്ട് പറയുന്നതല്ല. ഇത് കൺസിസ്റ്റൻസി ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം നമ്മൾ തുടർച്ചയായിട്ട് ഒരു 3000-3500 രൂപയുടെ ഇടയിൽ നമ്മൾ പണത്തിന് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു 4 മാസം കഴിഞ്ഞാൽ 5-ാമത്തെ മാസം നമുക്ക് 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും. നമുക്ക് ഇത്ര നാൾ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നമുക്ക് എവിടെന്നെങ്കിലും അതുപോലെ ഒരു ഓഫർ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെ? നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൽ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റ് ഇനി അഥവാ കിട്ടുകയാണെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു കാര്യങ്ങളാവും, അത് നമുക്ക് ജീവിതകാലം മുഴുവൻ ലഭിക്കുമോ? ഇല്ല. എന്നാൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നമുക്ക് ജീവിതകാലം മുഴുവനും ഈ ഒരു ഓഫർ ഉണ്ട്. നമുക്ക് അത് നിർബന്ധ പർച്ചേസിംഗ് അല്ല. നമ്മൾ ഒരു 100 PVക്ക് അടുത്ത് നമ്മൾ ഒരു 4 മാസം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റുകൾ കിട്ടും. 200 PV ആണെന്നുണ്ടെങ്കിൽ 5000-ന് മേലെ ഫ്രീ പ്രൊഡക്റ്റുകൾ, അങ്ങനെ ഇപ്പൊ 20,000-ലും മേലെ വരെ നമുക്ക് ഫ്രീ പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്ന ആളുകൾ നമ്മുടെ ഈ ഒരു ബിസിനസ്സിൽ ഇപ്പോഴുണ്ട്. സർ, ഇനി ഇപ്പൊ ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് കാണാം ഫാസ്റ്റായി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ഇൻഡസ്ട്രികളാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെ? നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, വെൽനെസ്, ഇ-കൊമേഴ്സ്.
നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുമായി നിങ്ങൾ കണക്ട് ആവുന്ന കാര്യം അല്ലേ? നിങ്ങൾ അത് കണക്ട് ആയി, നിങ്ങൾ അതിൽ നിന്ന് പർച്ചേസ് ചെയ്തു, നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്താ ചെയ്യുക? നമ്മളത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയോട് നമ്മളത് കൈമാറുന്നുണ്ടാവും. ഞാൻ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അതിൽ എനിക്ക് ഇന്ന പോലെ റിസൾട്ട് കിട്ടിയെന്ന് നമ്മൾ അവരോട് പറയുന്നുണ്ടായിരിക്കും. ആ പറയുന്നതിനനുസരിച്ച് അവർക്കും ഇതിലേക്ക് വരാൻ ജോയിൻ ചെയ്യാനോ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്നവരെ ആഗ്രഹിക്കുന്നത് മൂലം നമ്മൾ അങ്ങനെ നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അവർ കൈമാറുന്നതനുസരിച്ച് നമുക്കൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഈ നെറ്റ്വർക്ക് ക്രിയേഷനിലൂടെ നമുക്ക് അങ്ങനെ കമ്പനി നമുക്കൊരു ചെറിയൊരു ബോണസ് നമുക്ക് അങ്ങനെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഒരു സോറി പോൾസൺ വിൽസൺ എന്ന ഒരു US എക്കണോമിക്സ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇനി വരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു IT കാലഘട്ടമാണെന്ന്. ശരിയാണ്, നമ്മളിപ്പോ ഈ ജീവിക്കുന്ന ഒരു കാലഘട്ടം ഒരു IT കാലഘട്ടമാണല്ലേ. അതുപോലെ തന്നെ ഇതിപ്പോ ഒരു വെൽനസ് കാലഘട്ടമായിട്ട് മാറിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ പുതിയതായി ഇറങ്ങിയ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽനസ് കാലഘട്ടമാണ് വരുന്നത്. ശരിയാണ്, ഇപ്പൊ നമ്മൾ ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ്. നമ്മുടെ ആരോഗ്യം ഓരോ ദിവസം ചെല്ലുന്നതോറും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഭക്ഷണ രീതിയിൽ നിന്നാവാം, നമ്മുടെ ജീവിതശൈലിയുടെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ ആരോഗ്യം നശിക്കുകയാണ്. എങ്കിൽ നമ്മുടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ 100-ൽ പരം വെൽനസ് പ്രൊഡക്റ്റുകളാണുള്ളത്. ആ പ്രൊഡക്റ്റ് നമ്മുടെ നല്ലൊരു ആരോഗ്യത്തെ നമുക്ക് വീണ്ടെടുക്കാനുള്ള ഒരു അവസരം ലഭിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വാർത്തകളിലൊക്കെ കേൾക്കുന്നുണ്ട്, ഇനി എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ടൊരു വെൽനസ് ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാന്ന്. അപ്പൊ നമ്മുടെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കിയിട്ട് അസുഖം വരുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ആ അസുഖത്തെ വരാതെ നോക്കലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് ഇ-കോമേഴ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മളിപ്പോ സാധാരണ ചെയ്യുന്ന ഒരു പർച്ചേസിംഗ് രീതിയാണ്. അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്ന അതുപോലുള്ള ഓരോ ആപ്പുകളിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന രീതിയാണ് ഈ ഇ-കോമേഴ്സ് എന്ന് പറയുന്നത്. അവിടെ എല്ലാതും ആ കമ്പനികൾ തന്നെയാണ് പ്രൊഡക്റ്റ് അല്ല, അവർ മറ്റു കമ്പനികൾ നിർമ്മിച്ചിട്ടുള്ള മാനുഫാക്ചർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളെ ഏറ്റെടുത്ത് നമ്മൾ കസ്റ്റമേഴ്സായ നമ്മളിലേക്ക് എത്തിച്ചേരാൻ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? നമുക്കില്ല. ഈ കമ്പനിക്കാർക്കാണ് ലാഭവും എല്ലാം പോകുന്നത് അല്ലേ. എന്നാൽ നമ്മുടെ ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഈ മൂന്നും കൂടി ചേർന്നിട്ടുള്ള നെറ്റ്വർക്ക് മാർക്കറ്റിംഗും അതുപോലെ വെൽനസും ഇ-കോമേഴ്സും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണ്. സോറി. അപ്പൊ ഇനി നിങ്ങൾ എന്താ പറയുക, നിങ്ങളാണ് തീരുമാനം എടുക്കേണ്ടത്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു, കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വരും സെഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണം. ഇത് നമ്മുടെ ബിസിനസ് എന്താണെന്നും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്താണെന്നൊക്കെ മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പല ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. ആ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു തീരുമാനം എടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്ക് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു. വിഷ് യു വെൽ. താങ്ക് യു സാജിദ. ആദ്യമായിട്ടാണ് സാജിദ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നത്. വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഈ ബിസിനസ്സിൽ ഒരുപാട് സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടായിരിക്കും. അത് ക്ലിയർ ചെയ്യുന്നതിന് നമ്മുടെ ടീമിലെ തന്നെ ക്രൗൺ ഡയറക്ടർ കൂടിയായ ഷാജി മിത്തൽ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സാർ ദുബായിൽ നിന്നാണ് ജോയിൻ ചെയ്യുന്നത്. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു നിർമ്മല ചേച്ചി. വളരെ മനോഹരമായിട്ട് വന്ന്. നിർമ്മല ചേച്ചിയും ഈ ഒരു ഓപ്പർച്യൂണിറ്റി വെച്ച് കുറച്ച് കാലമായിട്ടുള്ളൂ. MC കൈകാര്യം ചെയ്തു, ജോലിയുള്ള ആളാണ്. ജോലി ഇന്ന് ലീവ് ഉള്ള ദിവസം തിങ്കളാഴ്ച ദിവസം ചൊവ്വാഴ്ച ദിവസം ലീവ് ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഈ ഒരു MC കൈകാര്യം ചെയ്യാൻ വന്നു. വളരെ മനോഹരം ചെയ്തു. അതിലുപരി ഞാൻ വളരെ സന്തോഷം, സാജിദ ഈ പ്രസന്റേഷൻ കേട്ട് പഠിച്ചിട്ട് വന്നിട്ട് 1.5 മാസമേ ആയിട്ടുള്ളൂ. ഇതേപോലെ ഞങ്ങൾ ചെയ്യുന്ന പ്രസന്റേഷൻ കേട്ട് പഠിച്ചിട്ട് ഇന്ന് പ്രസന്റേഷൻ ആദ്യമായിട്ട് ചെയ്യാണ്. മനോഹരമായിട്ട് ഒരു കുറ്റങ്ങളോ കുറവുകളോ പറയാനില്ല. ഇടയ്ക്ക് കറണ്ട് പോയെങ്കിൽ പോലും അവിടെ വീട്ടിൽ നിന്ന് ആരോ ഡോറ് വേഗം തുറന്ന് ലൈറ്റ് കറക്റ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്കും സപ്പോർട്ടീവാണ്. ഒരു 1.5 മാസം കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളെപ്പോലെ കഴിഞ്ഞ ഒരു 1.5 മാസം മുന്നേ ഇതേപോലെ സൂമിൽ വന്ന് പ്ലാൻ പ്രസന്റേഷൻ കേട്ട് ബിസിനസ് ജോയിൻ ചെയ്തൊരു വീട്ടമ്മയാണ്. ഈ ബിസിനസ്സിലൂടെ ഉണ്ടായ മാറ്റമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും അവരുടെ ആരോഗ്യത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങളാണ് ഈ ബിസിനസ്സിൽ അവർ സീരിയസ് ആയി എടുത്തത്. അവരുടെ ഫാമിലിയോടൊപ്പം ഈ ബിസിനസ് വളരെ സീരിയസ് ആയി ചെയ്യുന്ന ഒരു ആളാണ്. അപ്പോൾ എനിവേ ഇവിടെ പുതുതായി വന്നിരിക്കുന്ന ഏകദേശം 38ഓളം ആൾക്കാർ ഈ ഓപ്പർച്യൂണിറ്റി കേട്ടിട്ടുണ്ട്. നിങ്ങളൊരു വരുമാനം ആഗ്രഹിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നതെങ്കിൽ എക്സ്ട്രാ വരുമാനം ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരാളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും വാങ്ങിക്കാതെ നമ്മുടെ പാഴാക്കി കളയുന്ന സമയം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ജോലി കഴിഞ്ഞുള്ള കുറച്ച് സമയം ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വീട്ടമ്മയാണെങ്കിൽ വീട്ടിൽ ജോലി കഴിഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയ സമയത്തൊക്കെ കുറച്ച് സമയം ബാക്കിയുണ്ടെങ്കിൽ ആ സമയം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് സംരംഭം, ഒരു ബിസിനസ് ഓൺട്രപ്രണറായി മാറാൻ സാധിക്കാം.
സ്വന്തം വീട്ടു ചെലവിനെ ഒരു വരുമാനമാക്കി മാറ്റാൻ സാധിക്കുകയാണ്. ആവശ്യമില്ലാതെ കുറേ ബൾക്കായിട്ട് സാധനം വാങ്ങിക്കുന്ന നമ്മുടെ നാട്ടിൽ കാണുന്ന അതുപോലത്തെ പ്രോഡക്റ്റ് ബിസിനസ് അല്ല ഞാൻ പറയുന്നത് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള നമ്മുടെ വീട്ടു ചെലവിന് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ 100% നാച്ചുറൽ ആയിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ പ്രകൃതിക്കോ മനുഷ്യനോ ഹാനികരമാവുന്ന ഒരു കെമിക്കൽ ഉൾപ്പെടാത്ത സെല്ലുലാർ നൂറിഷ്മെന്റ് ടെക്നോളജി ഉപയോഗിച്ചുള്ള പ്രൊഡക്റ്റ് ഒരൊറ്റ ഉപയോഗത്തിലൂടെ ഈ കമ്പനിയുടെ പ്രോഡക്റ്റ് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് കസ്റ്റമറായി മാറുന്നുണ്ടാവും. നിങ്ങൾ ഒരു നോർമൽ ഏതൊരു സാധാരണക്കാർക്കും അത് സ്ഥിരമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വിലയാണ്. നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന വിലയായിരിക്കല്ലേ. നമ്മൾ മാർക്കറ്റിൽ പോയി വില കുറഞ്ഞ ക്വാളിറ്റി കുറഞ്ഞ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അസുഖങ്ങൾ കൂട്ടി വരുത്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്കൊരു നോർമൽ വിലയിൽ സാധാരണ കടയിൽ വാങ്ങിക്കുന്ന അതേപോലുള്ള നോർമൽ വിലയിൽ നല്ല ക്വാളിറ്റിയുള്ള മാർക്കറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ല ബ്രാൻഡ് ഉൽപ്പന്നം നിങ്ങൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങിക്കുന്ന ഏറ്റവും വലിയ ബ്രാൻഡ് ഉൽപ്പന്നം ഏതാണോ അതിനേക്കാളും നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന പ്രൊഡക്റ്റ്, അത് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്ന അസുഖങ്ങളില്ലാത്തൊരു വ്യക്തിയെ മാറാൻ ഈ ഒരു ബിസിനസ് നിങ്ങളെ സഹായകമാകുന്നുണ്ട്. എൻ്റെ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, അസുഖങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നുണ്ടാവും ഈ ബിസിനസ്സിലൂടെ. ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നം നമുക്ക് അസുഖങ്ങൾ രോഗങ്ങളായി വന്ന് രോഗികളായി വന്ന് ഹോസ്പിറ്റലിൽ പോയി മരുന്നുകൾ കഴിക്കുന്ന ലക്ഷങ്ങൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിന്റെ വലുപ്പം കൂടിക്കൊണ്ടിരിക്കുക. ആരോഗ്യത്തോടെ ജീവിക്കാൻ ഈ ബിസിനസ് നിങ്ങളെ സഹായിക്കും. അതോടൊപ്പം നല്ലൊരു വരുമാനം ലൈഫ് ലോങ് പാസീവ് ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ ഒരു അവസരം. നമ്മുടെ ആബ്സെൻസിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ഒരു വരുമാനം ഒരവസരം. ഞാൻ ദുബായിൽ 21 വർഷമായി 18 വർഷം ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഇന്ന് ആ ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 4.5 വർഷമായി. ഫാമിലിയോടൊപ്പം ദുബായിലാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ബിസിനസ് ചെയ്യാൻ ഒരു 10 രൂപ പോലും വണ്ടിക്കൂലി ചിലവായിട്ടില്ല. വീട്ടിൽ നിന്ന് പുറത്ത് പോകേണ്ടി വന്നിട്ടില്ല, മഴ കൊള്ളേണ്ടി വന്നിട്ടില്ല, വെയിൽ കൊള്ളേണ്ടി വന്നിട്ടില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് 13 രാജ്യത്ത് ബിസിനസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഞാൻ ചെയ്യുന്നത് എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള എനിക്ക് ഉപയോഗിക്കാനുള്ള സാധനം മാത്രം അതെല്ലാ മാസവും മറ്റുള്ള കടകളിൽ പോകാതെ വെസ്റ്റ് ചെയ്യുന്ന ഉപയോഗിക്കാറുണ്ട്. കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിനോട് ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞു. അതാണ് നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കായി മാറിയത്. ആ ഒരു 5-6 ഫാമിലിയിലൂടെ ഇന്ന് ഏകദേശം 6300-ലധികം ആൾക്കാർ, അവരിലൂടെ അറിഞ്ഞ 6300-ലധികം ആൾക്കാർ ഈ ഒരു വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഞാൻ വാങ്ങിക്കുന്നത് ഒരു 3000 രൂപക്ക് അടുത്തുള്ള എൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം മാത്രമേ ഈ 4 വർഷമായിട്ട് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഇന്ന് ഏകദേശം 12 ലക്ഷത്തിന്റെ കച്ചവടം നടക്കുന്നുണ്ട് ഈ ഒരു ഓർഗനൈസേഷൻ വഴി. എല്ലാ ദിവസവും ഇതേപോലെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി, സൂം പ്ലാറ്റ്ഫോം വഴി നമ്മൾ 3 നേരം ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5 മണിക്കും രാത്രി 9 മണിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മറ്റുള്ള വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യാം. സിനിമാ താരങ്ങളില്ലാതെ, TV ചാനലുകളില്ലാതെ, കച്ചവടക്കാരില്ലാതെ ഈ കമ്പനിയുടെ 450-ൽ പരം പ്രൊഡക്റ്റ് 21 വർഷമായിട്ട് കസ്റ്റമറിലേക്ക് പോകുന്ന ഏകദേശം 5000 കോടി ടേൺ ഓവർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു പരസ്യക്കാരനും ഇല്ലാതെ. ഇന്ന് നമ്മൾ കാണുന്ന സിനിമാക്കാർ കോടികൾ വാങ്ങിച്ച് പരസ്യങ്ങൾ പറഞ്ഞ് അവർ ഉപയോഗിച്ച് പോലും നോക്കാതെ അതിന് ക്വാളിറ്റി ഉണ്ടെന്ന് പരസ്യങ്ങൾ പറഞ്ഞ് പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. TV-യിലൂടെ സിനിമാ താരങ്ങൾ പരസ്യം പറഞ്ഞ് സത്യസന്ധമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവർ ഉപയോഗിച്ച് അത് ഉപയോഗിച്ചിട്ടാണ് അവർ അത്ര സൗന്ദര്യം വന്നിരിക്കണേ? ഒരിക്കലുമല്ല. അവർ കോടികൾ വാങ്ങിച്ചുകൊണ്ട് പരസ്യങ്ങൾ പറഞ്ഞ് നമ്മൾ ആകർഷകരാക്കി മാറ്റണം. നമ്മളത് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കോടീശ്വരന്മാരാക്കിക്കൊണ്ടിരിക്കുക നമ്മൾ അധ്വാനിക്കുന്ന പൈസ കൊടുത്തിട്ട്. നിങ്ങൾക്ക് നിങ്ങളെ ചെലവാക്കുന്ന പൈസ, വീട്ടു ചെലവിന് മാറ്റിവെക്കുന്ന പൈസ അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കാനും ആരോഗ്യം ഉണ്ടാക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാനും വിദേശ യാത്ര പോകാനും നമ്മുടെ ഇഷ്ട വാഹനം വാങ്ങിക്കാനും നല്ലൊരു വീടുണ്ടാക്കാനും ഈ ഒരു ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ സാധിക്കുവാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ ഈ പ്രാവശ്യം എന്തെങ്കിലും 1-2 ഐറ്റംസ് എങ്കിലും വെസ്റ്റീജിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് നോക്കാൻ നിങ്ങൾ റെഡിയാണോ? ഒരൊറ്റ പ്രാവശ്യമെങ്കിലും ഒരു സോപ്പും പേസ്റ്റെങ്കിലും 63 രൂപയുള്ളൂ നമ്മുടെ പേസ്റ്റിന്റെ വില. നിങ്ങൾക്ക് മാർക്കറ്റിൽ ഡോക്ടർമാർ ഡെന്റിസ്റ്റ് റെഫർ ചെയ്യുന്ന പേസ്റ്റ് അറിയാവോ? ഡെന്റിസ്റ്റ് റെഫർ ചെയ്യുന്ന പല്ല് വേദനക്ക് ഡെന്റിസ്റ്റ് റെഫർ ചെയ്യുന്ന പേസ്റ്റിന് 240 രൂപയാണ്. ഇവിടെ 63 രൂപ കൊടുത്ത് പല്ല് തേക്കുന്ന പേസ്റ്റ് വാങ്ങിച്ച് ഒരൊറ്റ ഉപയോഗത്തിലുള്ള പല്ല് വേദന മാറ്റാൻ സാധിക്കും. ബ്ലഡ് വരുന്നുണ്ട്, ബ്ലഡ് വരുന്നുണ്ട്, അത് മാറ്റാൻ സാധിക്കും. പല്ല് പുളിപ്പുണ്ട് മാറ്റാൻ സാധിക്കും. മോണപ്പഴപ്പുണ്ട് മാറ്റാൻ സാധിക്കും. വായപ്പുണ്ട് മാറ്റാൻ സാധിക്കും. 63 പേസ്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് 44 സോപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തുളസിയിലെയും ആര്യവേപ്പിന്റെ സോപ്പാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ടോ? ഡോക്ടർമാരെ കാണിച്ച് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളാണോ? ഈ 44 സോപ്പ് തേച്ച് കുളിച്ചു നോക്കും. അതിന് റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇങ്ങനെയുള്ള 450-ൽ പരം പ്രൊഡക്റ്റ്, കുക്കിംഗ് ഓയിൽ, തവിടെണ്ണ, ഒമേഗ 3 അല്ലെങ്കിൽ തവിടെണ്ണ, ചായപ്പൊടി, കോഫി പൊടി, ഹൈ ന്യൂട്രീഷൻ ബ്രേക്ക്ഫാസ്റ്റുകൾ, മുടി വളരാനുള്ള ഹെയർ ഓയിൽ, മുടി പൊഴിച്ചൽ പോലെ ഡാൻഡ്രഫ് പോലുള്ള ഷാമ്പു, മുടി പൊട്ടുന്നതിനുള്ള ഷാമ്പു ഉണ്ട്. അതുപോലെ ഫേസ് വാഷ്, ഫേസ് സ്ക്രബ്, പപ്പായ സ്ക്രബ്, ഇങ്ങനെയുള്ള നിരവധി 100ഓളം ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക്സ് പ്രൊഡക്റ്റുകളുണ്ട്. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന വെൽനസ് പ്രൊഡക്റ്റ് 100ഓളം പ്രൊഡക്റ്റ് ഉണ്ട്. ഷുഗറിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. എത്ര വർഷത്തോളമായി നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഷുഗറിന് മെഡിസിൻ കഴിക്കുന്നുണ്ടോ? എന്തെങ്കിലും വല്ല കുറവുണ്ടാവോ? 334 രൂപ ചിലവാക്കാൻ സാധിക്കുവാണെങ്കിൽ ആര്യവേപ്പിന്റെ നീം കഴിക്കുമ്പം
ഷുഗറിന് ഒരൊറ്റ മാസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഫ്ലാക്സ് സീഡ് നിർത്തുക, ഫ്ലാക്സ് ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഹാർട്ട് ബ്ലോക്കിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള നിരവധി ആരോഗ്യത്തെ സംരക്ഷിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങൾക്കുണ്ടെങ്കിൽ, മെഡിസിൻ കഴിച്ചിട്ട് മാറാത്ത ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ വാങ്ങിക്കുന്നതിലൂടെ ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ടോ? കുറച്ച് സമയം, ഒരു ദിവസം 2-3 മണിക്കൂർ മാറ്റിവെക്കാൻ സാധിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ? ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കുറച്ച് സമയം, അല്ലെങ്കിൽ വീട്ടിൽ ജോലി കഴിഞ്ഞുള്ള കുറച്ച് സമയം ഉപയോഗിച്ചുകൊണ്ട് വീട്ടിലിരുന്നു കൊണ്ട് എവിടെയും പോകണ്ട, മഴ കൊള്ളണ്ട, വെയിൽ കൊള്ളണ്ട, വണ്ടിക്കൂലി കൊടുക്കണ്ട, മൊബൈൽ ഉപയോഗിക്കുക, ഇതുപോലെ സൂമിലേക്ക് വരിക, അറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളെ കൂടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തി ഉണ്ടാവും, അവർ നിങ്ങളെ സഹായിക്കുന്നുണ്ടാവും. അവരോട് ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക, എനിക്ക് ഈ ബിസിനസ് മനസ്സിലാക്കാൻ താല്പര്യമുണ്ട്, ഇതിലൂടെ ഒരു വരുമാനം വാങ്ങിച്ചാൽ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ മാത്രം മതി, അവർ സഹായിക്കും. വേറെ ഒന്നും വേണ്ട. നിങ്ങൾ അവരെ റെഗുലർ സംസാരിക്കുക, ഇതുപോലത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് പഠിക്കാം. ഒരു LKG സ്റ്റുഡൻറ്റിനെ പോലെ പഠിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ 2 വർഷം കൊണ്ട് ഒരു ഓൺട്രപ്രണറായി മാറാൻ, ലക്ഷങ്ങൾ മാസ വരുമാനമുള്ള ബിസിനസ് ആക്കി മാറ്റാൻ സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മേഖല, ഡയറക്ട് സെല്ലിംഗ് മേഖല, ഇന്ന് നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് പേടിയുണ്ട്. എന്തുകൊണ്ടാണ്? ആവശ്യമില്ലാതെ ബൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരുപാട് ഉഡായിപ്പ് കമ്പനികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ആവശ്യമില്ലെങ്കിൽ പോലും 10-30 സാധനം വാങ്ങിപ്പിക്കും. അതിന്റെ വില താങ്ങാൻ പറ്റില്ല. വാങ്ങിച്ച സാധനം ബാങ്ക് ലോക്കർ കൊണ്ടുപോയിട്ട് അത്രയ്ക്കും വില കൂടിയ സാധനം. അങ്ങനെയുള്ള ഞാൻ പറഞ്ഞ സാധനത്തിലെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി, ഏതൊരു സാധാരണക്കാർക്കും വാങ്ങിക്കാൻ പറ്റുന്ന വില, ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഉപയോഗിച്ചാൽ സ്ഥിരമായിട്ട് വാങ്ങിക്കും. കമ്പനി മാനേജ്മെന്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള, ഈ മേഖലയിൽ 35 വർഷത്തെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള മാനേജ്മെന്റ്, എല്ലാവിധ സർട്ടിഫിക്കേഷനുള്ള പ്രോഡക്റ്റ്, ഗവൺമെന്റ് അപ്രൂവൽ ആയിട്ട് കമ്പനി ലീഗലായി ചെയ്യുന്ന ഒരു ബിസിനസ് നിങ്ങൾക്ക് കമ്പനിയോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കും. അറിയാനെങ്കിലും മനസ്സിലാക്കാനെങ്കിലും കുറച്ച് ദിവസം ഞങ്ങളോടൊപ്പം നിൽക്കുക, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പക്ഷേ ഈ കമ്പനി എന്താണ്, ഇതിന്റെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി എന്താണ് അറിയാൻ മനസ്സിലാക്കാൻ എന്തെങ്കിലും 1-2 പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കുക. ഒരു രജിസ്ട്രേഷൻ ചെയ്യുക, ഫ്രീ ആയിട്ടാണ്. നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഇനി അങ്ങോട്ടുള്ള ഓരോ ക്ലാസ്സുകളിൽ എന്തൊക്കെ പ്രൊഡക്റ്റുകളുണ്ട്, അതിന്റെ ക്വാളിറ്റി എന്താണ്, എന്തിനു ഉപയോഗിക്കണം, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടുന്നുണ്ടാവും. എങ്ങനെ ബിസിനസ് ഡെവലപ്പ് ആക്കാം, അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. നിങ്ങൾ ആകെ ചെയ്യേണ്ട ഒരൊറ്റ തീരുമാനം, ഈ ഒരു ബിസിനസ്സിലൂടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അസുഖം വരാതെ, ഹോസ്പിറ്റലിൽ പോകാതെ, മരുന്ന് കഴിക്കാതെ ജീവിക്കണം ആഗ്രഹമുണ്ട് ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു സ്ട്രോങ് തീരുമാനം എടുക്കുക, ഉറച്ച തീരുമാനം, ദൃഢ നിശ്ചയത്തോടെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയെ കണക്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 1% വിശ്വസിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം നിൽക്കാം, അല്ലാത്തവർക്ക് നോ പ്രോബ്ലം. ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തു തരാം. ഒരു 5-10 മിനിറ്റ് വേണമെങ്കിൽ നിങ്ങളുടെ സംശയം ക്ലിയർ ആക്കി തരാം. അൻഷിഫ ഡൗട്ടുണ്ട് ചോദിച്ചോളൂ. ഷമീറിന് ഡൗട്ടുണ്ട് ചോദിക്കാം. പുതിയ ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ട് അൺമ്യൂട്ടാക്കി ചോദിച്ചോട്ടോ. അൻഷിഫ ചോദിച്ചോളൂ. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറയൂ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അൻഷിഫ സംസാരിക്കൂ. ഇല്ല. ഓ, ആ, 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 ആ. ആരാണ് അൻഷിഫനെ ഇൻവൈറ്റ് ചെയ്തത്? ഷാഹുൽ. ഷാഹുൽ സാറിനോട് പറയാം. ഷാഹുൽ സാർ വലിയ ടീമാണ്, അദ്ദേഹം ഒരുപാട് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ലീഡറാണ്. ധൈര്യമായിട്ട് കൂടെ നിൽക്കുക കേട്ടോ. ആ, ആ. ഓ, ഓ. ഇനി ആർക്കെ സംശയം ഉണ്ടോ? എമിൽ, അതുപോലെ സൈഫുദ്ദീൻ, അജ്മൽ, ആയിഷ ബിൻഷ, എന്തെങ്കിലും കൊണ്ട് ചോദിച്ചോളൂ. ആയിഷ പറയൂ. നമ്മളിപ്പോ ഇതിന് സാധനം വാങ്ങാന്നുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് ഉള്ളത്. നമ്മുടെ ഷോപ്പ് ചേഞ്ച്, ആയിഷ ബിൻഷ ഇത്രയും കാലമായിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങിച്ചപ്പോൾ എന്തെങ്കിലും വരുമാനം കിട്ടിയിട്ടുണ്ടോ? ഓ ഇല്ല. നിങ്ങൾക്കൊരു അവസരം കിട്ടിയാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന ഷോപ്പ് ചേഞ്ചിങ്ങിലൂടെ ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചാൽ മതി, നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള സാധനം മാത്രം വാങ്ങിച്ചാൽ മതി. അവിടെ ഒരു ബിസിനസ് ചെയ്യാൻ നമുക്കൊരു അവസരം കിട്ടുവാണെങ്കിൽ, ഒരു വരുമാന മാർഗം കിട്ടുവാണെങ്കിൽ, ആഴ്ചക്ക് ഷോപ്പ് ചേഞ്ച് ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിനേക്കാളും നല്ല ക്വാളിറ്റിയുടെ സാധനം ഏകദേശം അതേ വിലയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും കാലം വാങ്ങിച്ച നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവത്തില്ല. അത്രയ്ക്കും ബെസ്റ്റ് റിസൾട്ടാണ്.
അപ്പോൾ ആയിഷയ്ക്ക് ഷോപ്പ് ചേഞ്ച് ചെയ്തൊരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. നിങ്ങളൊരു കസ്റ്റമറായിട്ട് കമ്പനിയോടൊപ്പം തുടർന്ന് പോവുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് യൂസ് ചെയ്ത പ്രൊഡക്റ്റിൽ കിട്ടുന്ന സന്തോഷത്തെ ഷെയർ ചെയ്യുക. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനോട് പറയും, റിലേറ്റീവ്സിനോട് പറയുന്നുണ്ടാവും. ചിലപ്പോൾ നാളെ മുതൽ ചിലപ്പോൾ അവർക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് അവർ നാളെ മുതൽ സ്ഥിരം കസ്റ്റമറായി മാറുന്നുണ്ടാവും. അവർ എന്ന് പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും അതിനകത്ത് ഒരു ചെറിയ പ്രോഫിറ്റ് നിങ്ങൾക്കും വരും. കിട്ടാറുണ്ടോ? അതുവഴി ഇനി ആരെങ്കിലും ഒരു വരുമാനമാക്കി, ഇപ്പോൾ ആയിഷ ഒരു എക്സ്ട്രാ വരുമാനം ആഗ്രഹിച്ച് ഇവിടെ വന്നിരിക്കുന്നത്, അതുപോലെ വരുമാനം ആഗ്രഹിക്കുന്ന വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഇവിടെ കണക്ട് ആക്കുക. അവർ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവരും ഇതുപോലെ ഒരു ടേൺ ഓവർ ക്രിയേഷൻ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പ്രോഫിറ്റ് അവർക്ക് നമുക്കെല്ലാം വാങ്ങിക്കാൻ സാധിക്കും. നമ്മളാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് എന്ന് വെച്ച് നടന്ന് സെയിൽ ചെയ്യാനല്ല, നമ്മളിലൂടെ മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി വഴിയാണ് ബിസിനസ് ചെയ്യുന്നത്. ആയിഷ ഇവിടെ സിനിമാ താരങ്ങളോ TV ചാനലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഉപയോഗിച്ച പ്രൊഡക്റ്റ് നമ്മളിലൂടെ വേറെ വ്യക്തിയായിരുന്നു, അവർ വഴി വേറെ വ്യക്തിയായിരുന്നു. ഇതെല്ലാം ഒരു നെറ്റ്വർക്കാണ് കേട്ടോ. ആൾക്കാരെ ചേർത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് നടന്ന് സെയിൽ ചെയ്തുകൊണ്ടൊന്നും പ്രയോജനമില്ല. നമ്മൾ കാണുന്ന ബിസിനസ്സൊക്കെ ആൾക്കാരെ ചേർക്കലും പ്രൊഡക്റ്റ് നടന്ന് സെയിൽ ചെയ്യുന്ന ബിസിനസ് കണ്ടിട്ടുണ്ടോ? അധികകാലം അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കലാണ്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്യലല്ല കേട്ടോ. പല ആൾക്കാരും ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങി സെയിൽ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പ്രൊഡക്റ്റ് നടന്ന് സെയിൽ ചെയ്യുന്ന വ്യക്തി ഇതുവരെ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയിൽ വിജയിച്ചിട്ടുണ്ടാവില്ല. ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയും പ്രൊഡക്റ്റ് വിൽപ്പന ചെയ്യുന്ന ആൾക്ക് വിജയിക്കത്തില്ല. അവരാണ് ഇതുപോലുള്ള ഏതെങ്കിലും ഉടായ്പ കമ്പനി പോയി കുറേ സാധനം വാങ്ങിച്ച് നടന്ന് സെയിൽ ചെയ്യുന്നതാണ്, പിന്നീട് കമ്പനിയും കുറ്റം പറഞ്ഞ് നടക്കുന്നതാണ്. ആയിഷയ്ക്ക് ആവശ്യമുള്ള സാധനം, നിങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനം, നല്ല സാധനം വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു ഷോപ്പ് ചേഞ്ച് ചെയ്ത് വെസ്റ്റീൻ ഉപയോഗിക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് ക്ലാസ്സുകൾ കണ്ടിന്യൂ അറ്റൻഡ് ചെയ്യുക. ഇതെങ്ങനെ ഡെവലപ്പ് ആക്കാം എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. ആകെ തീരുമാനമേ വേണ്ടു, ഇതിലൂടെ വിജയിക്കണോ വേണ്ടിയോ അതേ അറിയുള്ളൂ. ബാക്കി എങ്ങനെ വിജയിക്കാം, അതെങ്ങനെ ടീം ഉണ്ടാക്കാം, എങ്ങനെ വലിയ ബിസിനസ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും, ഇതിനുള്ള എല്ലാ ക്ലാസ്സുകളും ട്രെയിനിങ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും കേട്ടോ. ക്ലിയർ ആണോ ആയിഷ? ഓക്കെ ഓക്കെ ശരി. ഇനി ആർക്കെ സംശയം? ഷംന ഉണ്ടല്ലോ. ഷംന, പുതിയ ഷംനുണ്ടല്ലോ. അജ്മലുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് മെസ്സേജും ടൈപ്പ് ചെയ്യും. അജ്മൽ ഇവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? ഷംന, അജ്മൽ, ഷമീർ, ഒരു റെസ്പോണ്ട് തരൂ. ഒന്നിക്കൊരു ക്ലിയർ എന്ന് ടൈപ്പും കൊടുക്കും. അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞ ക്ലിയർ ആയി എന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇല്ലാന്ന് നമ്മൾ കേൾക്കുന്നില്ല എന്ന് വിചാരിക്കത്തുള്ളൂ. ഓക്കെ, എനിവേ ഓക്കെ, വേറെ ആർക്കും സംശയങ്ങളൊന്നും ഇല്ല. സോബിനൊന്നും ചോദിക്കണമെങ്കിൽ ചോദിക്കട്ടോ. സോബിൻ പുതിയതാണ്. എന്തെങ്കിലും ഉള്ളിൽ ഡൗട്ടോ എന്തെങ്കിലും പുതിയതായി ഡൗട്ടുകൾ വന്നിട്ട് ചോദിച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വരുന്ന സമയത്ത് ഒന്നും അറിയാത്തൊരു വ്യക്തികളാണ്. കുറച്ച് കഴിയുമ്പോൾ ഒരാഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ ഇപ്പൊ നേരത്തെ പ്രസന്റേഷൻ ചെയ്ത സാജിദ മാഡം ചെയ്ത പോലെ, നിർമ്മല ചേച്ചി ചെയ്ത പോലെ, ഇത് നിങ്ങളൊരു ബിസിനസ് ഓൺട്രപ്രണറായി മാറുന്ന ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരുപാട് മാറ്റങ്ങൾ, മറ്റുള്ളവരോട് സംസാരിക്കാനും ആരോഗ്യപരമായ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയാലും ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ബിസിനസ്സിലൂടെ കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ കിട്ടിയ അവസരത്തെ ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക, ഒരിക്കലും കളയാതിരിക്കുക. കാരണം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എപ്പോഴാണോ പല ഉടായ്പിലും പെട്ടുപോകുന്നത്, പണിയെടുക്കാതെ പൈസ കിട്ടുന്ന പറയുമ്പോൾ അതിൽ പോയി പൈസ വെച്ച് കൊടുക്കണ്ട. ഇവിടെ നിങ്ങൾ ഒരാൾക്കും പൈസ കൊടുക്കുന്നില്ല. ഇതിൽ വർക്ക് ചെയ്താലും മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും ഡെയിലി മാറ്റി വെക്കാൻ പറ്റുന്ന വ്യക്തിക്ക് മാത്രമേ ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വെറുതെ ഇരുന്നാൽ നിന്നത് പൈസ കിട്ടത്തില്ല. ഒരു വലിയൊരു കമ്പനിയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ടീം വർക്ക് കൂടി ചെയ്യുന്നതാണ്. ഓക്കെ, തൽക്കാലം ഇത്രയേ ഉള്ളൂ. വേറെ സംശയമൊന്നും ഇല്ലാന്നുണ്ട്. ബാക്ക് ടു നിർമ്മല ചേച്ചി. നിർമ്മല ചേച്ചി അൺമ്യൂട്ടായിട്ട്. നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി സാധ്യതയ്ക്കും സംശയങ്ങൾ ക്ലിയർ ചെയ്തു തന്ന ഷാജി സാറിനും നന്ദി പറയുകയാണ്. അതോടൊപ്പം ഈ ഒരു ഓപ്പർച്യൂണിറ്റി കേട്ട് നിങ്ങൾ എല്ലാവരും നല്ലൊരു തീരുമാനം എടുക്കണം. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തികളുമായി കോൺടാക്ട് ചെയ്ത് നല്ലൊരു തീരുമാനം എടുത്ത് ഈ ഒരു നല്ല ബിസിനസ് അവസരത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. വിഷ് യു വെൽത്ത്.